കാരണവര് വധക്കേസില് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന ഷെറിനെ 14 വർഷം കഴിഞ്ഞപ്പോ നല്ല നടപ്പിന്റെ പേരിൽ പുറത്തു വിടാൻ വേണ്ടി തീരുമാനിച്ച ആ തീരുമാനം വൻ വിവാദമായിരുന്നു. കാരണം സ്ഥിരമായിട്ട് ജയിലിൽ പ്രശ്നം ഉണ്ടാക്കുകയും സഹതടവുകാരെയൊക്കെ ഉപദ്രവിക്കുകയും അതുപോലെ ബാക്കി ഉദ്യോഗസ്ഥരോടടക്കം മോശമായിട്ട് പെരുമാറുകയും ചെയ്തതിന്റെ പേരിൽ ഇപ്പോ ഈ 14 വർഷത്തിനുള്ളിൽ തന്നെ ആയിരക്കണക്കിന് കേസുകൾ വന്നിട്ടുള്ള ഒരാളാണ് ഈ ഷെറിൻ. അങ്ങനെ ഒരാളെ നല്ല നടപ്പിന്റെ പേരിൽ പുറത്തു വിടുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു സ്വാഭാവികമില്ലായ്മ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ജീവപര്യന്തം എന്ന് പറയുന്നത് 14 വർഷമല്ല. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും അകത്ത് കിടക്കുക എന്നതാണ്. ഒരുപക്ഷെ 14 വർഷമൊക്കെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞവർക്ക് സർക്കാരിന്റെയും ഗവർണറുടെയും ഒക്കെ ശുപാർശ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നന്നായി എന്നൊരു തോന്നൽ പൊതുവെ എല്ലാവർക്കും തോന്നിക്കഴിഞ്ഞാൽ ജയിലിൽ നിന്നുമൊക്കെ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ 14 വർഷം കഴിഞ്ഞാൽ പുറത്തു വിടുന്ന ഒരു പരിപാടിയുണ്ട്. അല്ലാതെ ജീവപര്യന്തം 14 വർഷം എന്നല്ല അതിനർത്ഥം. അങ്ങനെ ഒരു പരിപാടിയിലാണ് ഇത്ര പ്രശ്നക്കാരിയായി ഇവർക്ക് നല്ല നടപ്പ് എന്നൊരു സർട്ടിഫിക്കറ്റും കൊടുത്ത് സർക്കാർ ശുപാർശ ചെയ്ത് ഗവർണറുടെ പരിഗണനയിൽ കൊണ്ടുപോയി ഈ വിഷയം വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ദിവസം സഹതടവുകാരിനെ പുറകെ നിന്ന് പോയി ആക്രമിച്ചതിന്റെ പേരിൽ ഷെറിന്റെ പേരിൽ പിന്നെയും ഒരു കേസ് വന്നിരിക്കുകയാണ്. ഇനിയും നല്ല നടപ്പിന്റെ പേരിൽ ഇവർ പുറത്തു വരുമോ? അങ്ങനെയാണെങ്കിൽ ജനം ടിവിയുടെ അനിൽ നമ്പ്യാർ പറഞ്ഞ ഏതോ ഒരു മന്ത്രി പുങ്കവൻ ഇവരുടെ പിറകിലുണ്ട് എന്നത് നമ്മൾ സംശയിക്കേണ്ടി വരും. ശരിയല്ലേ?